ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആഘോഷങ്ങൾക്ക് ഭാഷയില്ല, അതിരുകളില്ല. കല്യാൺ സിൽക്സ്. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4 ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്. അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടി തൃശൂർ KSRTC സ്റ്റാൻഡ്. മാസ്റ്റർ പ്ലാൻ രൂപീകരിച്ച് ബസ് സ്റ്റാൻഡ് വികസിപ്പിക്കണമെന്ന ആവശ്യം കടലാസിൽ തന്നെ. ജില്ലയിലെ മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണി മയക്കുഗുളികകളുമായി ഇരിങ്ങാലക്കുട പോലീസ് പിടിയിൽ. പുത്തഞ്ചിറ സ്വദേശി റിസ്വാനാണ് പിടിയിലായത്. തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറി. കോൺഗ്രസിന്റേത് കബളിപ്പിക്കൽ നാടകമെന്ന് BJP. മരാക്കര കീനൂർ കാവല്ലൂർ പാടശേഖരത്തിൽ കാട്ടുപന്നി ഇറങ്ങി വ്യാപകമായി നെൽകൃഷി നശിപ്പിച്ചു. ഇൻഷുറൻസ് പരിരക്ഷ നൽകാനാകില്ലെന്ന് അധികൃതർ. കർഷകർ ദുരിതത്തിൽ. പാവറട്ടിയിൽ എക്സൈസ് കസ്റ്റഡിയിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ 2 പേർ ഒളിവിൽ തന്നെ. ഒളിവിലുള്ള പ്രിവന്റീവ് ഓഫീസറാണ് മുഖ്യപ്രതിയെന്ന് സൂചന. മധ്യകേരളത്തിലെ സുപ്രധാന ബസ് ടെർമിനലായിട്ടും അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടി തൃശൂർ KSRTC സ്റ്റാൻഡ്. മാസ്റ്റർ പ്ലാൻ രൂപീകരിച്ച് ബസ് സ്റ്റാൻഡ് വികസിപ്പിക്കണമെന്ന പ്രഖ്യാപനത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2016 ജൂൺ 14 ലോ ഫ്ലോർ ബസ് ഇടിച്ച് അന്ധരായ 2 ക്രിക്കറ്റ് താരങ്ങൾ മരണമടഞ്ഞതിനെ തുടർന്ന് ബസ് സ്റ്റാൻഡിലെ സുരക്ഷാ ക്രമീകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. UDF സർക്കാരിന്റെ കാലത്ത് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്ഥലം സന്ദർശിച്ച് ബസ് സ്റ്റാൻഡിന്റെ മാസ്റ്റർ പ്ലാൻ രൂപീകരിക്കാനും സമഗ്ര വികസനത്തിന് പദ്ധതിയൊരുക്കാനും നിർദ്ദേശം നൽകിയത്. വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ നിർദ്ദേശം കടലാസിൽ ഒതുങ്ങുകയാണ്. എല്ലാം ശരിയാകുമെന്ന് പ്രഖ്യാപിച്ച് LDF സർക്കാർ വന്നു. ഗതാഗത വകുപ്പ് മന്ത്രിയായി AK ശശീന്ദ്രനും KSRTC സ്റ്റാൻഡിന്റെ സമഗ്ര വികസനത്തിനായി നടപടിയെടുക്കുമെന്ന് ശശീന്ദ്രനും ആവർത്തിച്ചു. MD ആയിരുന്ന രാജമാണിക്യത്തെ ഇക്കാര്യം ചുമതലയേൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. തൃശൂരിന്റെ ജനപ്രതിനിധിയായ മന്ത്രി VS സുനിൽകുമാർ സ്ഥലം സന്ദർശിച്ച് KSRTC ബസ് സ്റ്റാൻഡിന്റെ വികസനം സംബന്ധിച്ച് ചർച്ച നടത്തുകയും MLA ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ അടിയന്തര സഹായമായി അനുവദിക്കുകയും ചെയ്തിരുന്നു. രാജമാണിക്യത്തിന് ശേഷം MD ആയി ചുമതലയേറ്റ ടോമിൻ തച്ചങ്കരിയും തൃശൂരിലെത്തി സ്റ്റേഷൻ വികസനമടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ അതും ആരംഭശൂരത്വമായി അവസാനിച്ചു. യാത്രക്കാർ സ്റ്റാൻഡിൽ തലങ്ങും വിലങ്ങും നടക്കുന്ന സാഹചര്യവും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും പാർക്കിംഗ് പ്രശ്നവും അടക്കമുള്ള വിഷയങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യം ഇപ്പോഴും ഉയരുന്നുണ്ടെങ്കിലും പരിഹാര നടപടികൾ മാത്രം അകലെയാണ്. KSRTC സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രക്കാർക്കായി പ്രവേശന മാർഗമെന്ന നിർദ്ദേശവും തുടങ്ങിയെടുത്ത് തന്നെ ഒടുങ്ങുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. നൈട്രോസെപ്പാം എന്ന വട്ടുഗുളികയുമായി യുവാവ് പിടിയിൽ. പുത്തഞ്ചിറ സ്വദേശി താനത്ത് പറമ്പിൽ റിസ്വാനെയാണ് ഇരിങ്ങാലക്കുട DYSP ഫേമസ് വർഗീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ജില്ലയിലെ മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണിയാണ് ഇയാൾ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തി വ്യാജപേരിൽ OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണാതെ OP ചിറ്റിൽ സ്വയം പ്രിസ്ക്രിപ്ഷൻ എഴുതിയാണ് ഇയാൾ സൺ എന്ന ഓമനപ്പേരിട്ട നൈട്രോസെപ്പാം മരുന്നുകൾ വാങ്ങുന്നത്. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി പരിസരത്തു നിന്നും SHO PR ബിജോയുടെ നേതൃത്വത്തിൽ SI സുബിന്ദ്, സീനിയർ CPO ജസ്റ്റിൻ, അനൂപ് ലാലൻ, വൈശാഖ് മംഗലൻ, നിഖിൽ, ജിജിൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ജില്ലയിലെ മയക്കുമരുന്ന് വിതരണ സംഘത്തിലെ അംഗമായ ഇയാളെ പാലക്കാട് നിന്നും തമിഴ്നാട്ടിൽ നിന്നും 2 കിലോ കഞ്ചാവുമായി മുൻപ് പിടികൂടിയിരുന്നു. കഞ്ചാവിന്റെ ലഭ്യത കുറവ് നേരിട്ടപ്പോഴാണ് പ്രതി വട്ടുഗുളികയിലേക്ക് തിരിഞ്ഞത്. തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറി. കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയാണ് നേരത്തെ നീക്കം നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് DCC പ്രസിഡന്റ് TN പ്രതാപൻ MP നേരിട്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും കോർപ്പറേഷൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാക്കളുടെയും സംയുക്ത യോഗം വിളിച്ചു ചേർത്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ BJP പിന്തുണച്ചാൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടികൾക്ക് കാരണമായേക്കുമെന്ന സൂചനകളെ തുടർന്നാണ് അവിശ്വാസ പ്രമേയം നീക്കം ഉപേക്ഷിച്ചത്. അതേസമയം കോർപ്പറേഷൻ ഭരണസമിതികൾക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ DCC നേതൃത്വ യോഗം തീരുമാനിച്ചു. കഴിഞ്ഞ 4 വർഷമായി നഗരഭരണം താറുമാറാക്കിയ LDF ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് കൊണ്ടുവരുന്ന അവിശ്വാസം ആത്മാർത്ഥതയില്ലാത്തതാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് പറഞ്ഞു. തൃശൂർ BJP ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു A. നാഗേഷ്. BJPയുടെ സഹായമില്ലാതെ കോൺഗ്രസ് ജയിക്കില്ലെന്ന് ഉറപ്പാണെങ്കിലും അവിശ്വാസം കൊണ്ടുവരുന്നത്
ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും നാഗേഷ് അഭിപ്രായപ്പെട്ടു. ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം കോൺഗ്രസ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയം ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നനഞ്ഞ പടക്കമാണ്. കഴിഞ്ഞ 4 വർഷക്കാലമായി തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണം കുത്തഴിഞ്ഞ ഭരണം നടന്നിട്ടും അതിനെതിരെ ചെറുവിരലനക്കാത്ത പ്രതിപക്ഷം ഇന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ഒരു പരിശ്രമം നടക്കുകയാണ്. ഇതിനു മുമ്പും അവിശ്വാസത്തിൻ്റെ പ്രമേയം കൊണ്ടുവരാൻ കോൺഗ്രസ് പലതവണ പരിശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ തമ്മിലടി മറച്ചു വെക്കാനും നാഥനില്ലാത്ത കോൺഗ്രസിന് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയവുമായി കോൺഗ്രസ് രംഗത്തിറങ്ങിയിട്ടുള്ളത്. അവിശ്വാസം കൊണ്ടുവന്നാൽ എത്ര അംഗങ്ങൾ പിന്തുണയ്ക്കുമെന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്ന് നാഗേഷ് ചോദിച്ചു. UDFും LDFും BJPക്ക് ഒരുപോലെയാണെന്നും ചർച്ചയ്ക്ക് വിളിച്ചാൽ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നത് സംബന്ധിച്ച് ആലോചിക്കാമെന്നും നാഗേഷ് വ്യക്തമാക്കി. TCV ന്യൂസ്, തൃശൂർ. വരാകര, കീനൂർ, കാവലൂർ പാടശേഖരത്തിൽ കാട്ടുപന്നികളിറങ്ങി വ്യാപകമായി നെൽകൃഷി നശിപ്പിച്ചു. കുന്നത്ത് തങ്കം, തണ്ടാശ്ശേരി രമണൻ, കൊമ്പൻ ഔസേബ്, ചേലിയേക്കര ജോസ്, തൈപ്പറമ്പിൽ പുഷ്പാകരൻ, ചുള്ളിപ്പറമ്പൻ അശോകൻ, ഉമ്മർ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടുപന്നി ഇറങ്ങിയത്. മേഖലയിൽ ഒരാഴ്ചയായി പന്നികളുടെ ശല്യം രൂക്ഷമാണ്. കൂട്ടമായി എത്തുന്ന പന്നികൾ കൃഷിയിടം കുത്തിമറിച്ചിട്ട നിലയിലാണ്. പല ഭാഗങ്ങളിലായി കതിരാകാറായ നെൽച്ചെടികൾ പന്നികൾ നശിപ്പിച്ചു. ഭാഗികമായുള്ള കൃഷിനാശത്തിന് ഇൻഷുറൻസ് പരിരക്ഷ നൽകാനാകില്ലെന്നാണ് കൃഷിഭവൻ അധികൃതരുടെ നിലപാട്. ഓരോ ദിവസവും പന്നികൾ ഇറങ്ങി പലയിടങ്ങളിലായാണ് നെൽച്ചെടികൾ നശിപ്പിക്കുന്നത്. ഇത്തരത്തിൽ കനത്ത നഷ്ടമാണ് കർഷകർ നേരിടേണ്ടി വരുന്നതെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടികൾ അധികൃതർ വേഗത്തിലാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. കാട്ടുപന്നികൾക്ക് പുറമെ നെല്ല് കതിരായാൽ മയിലുകൾ പാടത്തിറങ്ങി വിള കൊത്തിത്തിന്നുന്നതും പ്രതിസന്ധിയാണ്. പാവറട്ടിയിൽ എക്സൈസ് കസ്റ്റഡിയിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 2 പേർ ഒളിവിൽ. മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന പ്രിവന്റീവ് ഓഫീസർ ഉമ്മർ, സിവിൽ എക്സൈസ് ഓഫീസർ ബെന്നി എന്നിവരെക്കുറിച്ചാണ് ഇപ്പോഴും വിവരം ലഭിക്കാത്തത്. കസ്റ്റഡി മരണത്തിൽ ഇതുവരെ 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. മർദ്ദനം മൂലമാണ് രഞ്ജിത്ത് മരണപ്പെട്ടതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്ന് പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തിരുന്നു. കസ്റ്റഡി മരണക്കേസ് CBIക്ക് കൈമാറാൻ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തിരുന്നു. മതിലകത്ത് പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ സ്കൂൾ ജീവനക്കാരൻ അറസ്റ്റിൽ. പുതിയകാവ് സ്വദേശി തെക്കൂട്ട് കിരണിനെയാണ് പോക്സോ നിയമപ്രകാരം മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. സ്കൂൾ ബസ്സിൽ വെച്ചാണ് പീഡനശ്രമമുണ്ടായത്. തുടർന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. സ്കൂൾ ബസ്സും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഇനിയൊരു ഇടവേള. ഹലോ, ഉറക്കമൊന്നുമില്ലേ? രാവിലെ പ്രാക്ടീസ് ഉള്ളതാ. സർദാർജിക്ക് എന്ത് പറ്റി? ദീപാവലി അല്ലേ സാർ, അവന് വീട്ടിൽ പോകാൻ പറ്റാത്തതിന്റെ വിഷമാണ്. അതിനെന്തിനാ വിഷമിക്കുന്നത്? കാൽക്കട്ടയിൽ ദീപാവലി ഉണ്ടെങ്കിൽ കൽപ്പറ്റയിലും ഉണ്ട്. തിരുനെൽവേലിയിലുണ്ടെങ്കിൽ തിരുവനന്തപുരത്തും ഉണ്ട്. പട്ടിയാലയിലുണ്ടെങ്കിൽ പാലക്കാടിലും ഉണ്ട്. നമ്മളെല്ലാരും ഒരു കുടുംബമല്ലേ. ആഘോഷങ്ങൾക്ക് ഭാഷയില്ല, അതിരുകളില്ല. കല്യാൺ സിൽക്സ് ദ ബിഗ് ഇന്ത്യൻ ദിവാലി സെയിൽ. ഈ വർഷത്തെ ഏറ്റവും പുതിയ ദിവാലി കളക്ഷനുകൾ 50% വരെ വിലക്കുറവിൽ. ഹാപ്പി ദിവാലി ബണ്ട്. കല്യാൺ സിൽക്സ്. വാർത്തകളിലേക്ക്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗ് തൃശൂരിൽ നടന്നു. ജുഡീഷ്യൽ അംഗം P. മോഹൻദാസ് PWD റെസ്റ്റ് ഹൌസിൽ നടത്തിയ സിറ്റിംഗിൽ 45 പരാതികൾ തീർപ്പാക്കി. കൊടകര അഴകം കൂടാരം കോളനിയിലെ കുടിവെള്ള പദ്ധതി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ടിനും നാശനഷ്ടങ്ങൾക്കുമെതിരെ നാട്ടുകാർ നൽകിയ പരാതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയോട് വിശദീകരണം ആവശ്യപ്പെട്ടു. അയ്യന്തോളിലും കാഞ്ഞാണി റോഡിലും കുടിവെള്ള പൈപ്പ് പൊട്ടി കഴിഞ്ഞ 4 മാസമായി വെള്ളം പാഴാകുന്നതിനെതിരെ നൽകിയ പരാതിയിൽ നഗരസഭാ സെക്രട്ടറിയോടും വാട്ടർ അതോറിറ്റി എഞ്ചിനീയറോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഒല്ലൂർ സ്വദേശിയുടെ ഹിറ്റാച്ചി അനധികൃതമായി പിടിച്ചെടുത്തെന്ന പരാതിയിൽ RDOയോടും പോലീസിനോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അടുത്ത സിറ്റിംഗ് നവംബറിൽ നടക്കും. നഴ്സസ് അസോസിയേഷൻ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ. 2 മുതൽ 7 വരെയുള്ള പ്രതികളാണ് ജാമ്യം തേടി തൃശൂർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം കേസിൽ 1ാമത്തെയും 8ാമത്തെയും പ്രതികളായ ജാസ്മിൻ ഷാ, ഭാര്യ എന്നിവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടില്ല. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ ഫണ്ടിൽ നിന്ന് 3.5 കോടി രൂപ പ്രതികൾ തട്ടിയെടുത്തതെന്നാണ് കേസ്. കേസിൽ പ്രതികളെല്ലാം ഒളിവിലാണ്. കൊടുങ്ങല്ലൂർ ചന്തപുരയിൽ ട്രാൻസ്ഫോർമറിൽ തീപിടുത്തം. നാട്ടുകാരും പോലീസും ചേർന്ന് തീയണച്ചു. ചന്തപുര ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ട്രാൻസ്ഫോർമറിലാണ് തീപിടുത്തമുണ്ടായത്. വൈകിട്ടായിരുന്നു സംഭവം. ഫയർഫോഴ്സും KSEB ജീവനക്കാരും സ്ഥലത്തെത്തി സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു. വൈദ്യുതി ലൈനിലുണ്ടായ ഓവർലോഡാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് സൂചന.
ചാവക്കാട് ദേശീയപാതയിൽ സംസ്കരണത്തിനായുള്ള മത്സ്യം കയറ്റി പോവുകയായിരുന്ന ലോറിയുടെ പൈപ്പ് പൊട്ടി ദുർഗന്ധം വമിക്കുന്ന മലിനജലം റോഡിൽ ഒഴുകി. തിരുവത്ര അതിർത്തി പെട്രോൾ പമ്പിനടുത്ത് വെച്ചായിരുന്നു സംഭവം. കൊല്ലത്ത് നിന്നും മംഗലാപുരത്തേക്ക് സംസ്കരണത്തിനായുള്ള മത്സ്യവുമായി പോവുകയായിരുന്ന വലിയ ഫ്രീസർ വാഹനത്തിന്റെ പൈപ്പാണ് പൊട്ടിയത്. വെള്ളത്തിലും വാഹനത്തിലും വലിയ പുഴുക്കൾ നിറഞ്ഞ രീതിയിലായിരുന്നു. മലിനജലം ഒഴുകിയതോടെ മേഖലയിലാകെ അസഹനീയമായ ദുർഗന്ധമാണ് പരന്നത്. ഇതോടെ നാട്ടുകാർ വാഹനം തടഞ്ഞ് പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് ഹൈവേ പോലീസും പുന്നയൂർ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി മലിനജലം ഒഴുകിയ സ്ഥലത്ത് എല്ലാം ബ്ലീച്ചിംഗ് പൗഡർ വിതറി. മകനെ അന്വേഷിച്ചെത്തിയ സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറി അമ്മയെ ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഗണേശമംഗലം കാട്ടുപറമ്പിൽ സൈമണാണ് അറസ്റ്റിലായത്. വാടാനപ്പള്ളി ബീച്ച് സ്വദേശി കിഴക്കേപ്പാട്ട് വീട്ടിൽ കനകയെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. കേസിൽ മറ്റൊരു പ്രതിയായ സനീഷ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. കേസിൽ 4 പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട്. വീട്ടമ്മയെ അപമാനിക്കാൻ ശ്രമിച്ചതിനൊപ്പം സംഘം വീട്ടുപകരണങ്ങളും തകർത്തിരുന്നു. തനിച്ച് താമസിച്ചിരുന്ന വയോധികനെ വീടിനുള്ളിൽ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലക്കര കോളത്തൂർ അക്കരപ്പറമ്പിൽ 60 വയസ്സുള്ള രാമചന്ദ്രനാണ് മരിച്ചത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. തിങ്കളാഴ്ച വരെ ഇദ്ദേഹത്തെ വീട്ടിൽ കണ്ടതായി അയൽക്കാർ പറയുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ കാണാതായതിനെ തുടർന്ന് സമീപവാസികളും ബന്ധുക്കളും തിരച്ചിൽ നടത്തിയപ്പോൾ വീട് ഉള്ളിൽ നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. ഇതോടെ ചേലക്കര പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് മുൻവാതിൽ പൊളിച്ച് അകത്ത് പ്രവേശിച്ചപ്പോഴാണ് മരണവിവരം അറിയുന്നത്. ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയും കുടുംബങ്ങളുടെ മധ്യസ്ഥയുമായ വാഴ്ത്തപ്പെട്ട മദർ മറിയം ത്രേസ്യയെ ഞായറാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിക്കും. വിശുദ്ധ പദവി പ്രഖ്യാപനം നടക്കുന്ന വത്തിക്കാനിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഞായറാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ശുശ്രൂഷയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ പ്രഖ്യാപനം നിർവഹിക്കും. തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, പാലക്കാട് ബിഷപ്പ് മാർ ജേക്കബ് മനത്തോടത്ത് എന്നിവർ സഹകാർമ്മികരാകും. പുണ്യമുഹൂർത്തത്തിന് സാക്ഷ്യമേകാൻ കേരളത്തിൽ നിന്നുള്ള സംഘം റോമിലേക്ക് യാത്രയായി. എംപിമാരായ TN പ്രതാപൻ, ബെന്നി ബെഹനാൻ, ജസ്റ്റിസ് കുര്യൻ ജോസഫ് തുടങ്ങിയവർ റോമിലേക്ക് തിരിച്ചു. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന മറിയം ത്രേസ്യയുടെ മധ്യസ്ഥതയാൽ അദ്ഭുത രോഗശാന്തി നേടിയ ക്രിസ്റ്റഫർ ജോഷി എന്ന ബാലനും കുടുംബവും ക്രിസ്റ്റഫറിനെ ചികിത്സിച്ച അമല മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ശ്രീനിവാസനും വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ യാത്ര തിരിച്ചിട്ടുണ്ട്. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ മങ്കിടിയാൻ കുടുംബത്തിന്റെ പേരിലുള്ള മങ്കിടിയാൻ മുക്കിന് പിന്നിലെ ചരിത്രം ശ്രദ്ധയാകർഷിക്കുന്നു. 1935 മറിയം ത്രേസ്യയുടെ സഹോദരൻ ഔസേപ്പിന്റെ മക്കളായ കുഞ്ഞിതോമയും കുഞ്ഞി പൊറിഞ്ചുവുമാണ് പുത്തഞ്ചിറ മങ്കിടിയാൻ മുക്കെന്ന പേരിന് കാരണക്കാരായത്. കിഴക്കേ പുത്തൻചിറയിൽ മറിയം ത്രേസ്യയുടെ തറവാട്ടു കുടുംബത്തിൽ നിന്ന് സഹോദരൻ ഔസേപ്പിന്റെ മക്കളായ കുഞ്ഞിത്തോമയും കുഞ്ഞിപ്പൊറിഞ്ചവും കുടുംബവും താമസം മാറുന്നത് 1935-ലാണ്. അന്ന് വ്യാപാര പ്രമുഖരായാണ് ഇരുവരും അറിയപ്പെട്ടിരുന്നത്. സ്ഥലത്തെ എല്ലാവരും ആശ്രയിച്ചിരുന്നത് ഇവരുടെ സ്ഥാപനങ്ങളെയാണ്. വെളിച്ചെണ്ണച്ചക്ക്, പലചരക്ക് വ്യാപാരം, അടയ്ക്ക കച്ചവടം, തുണിക്കട, കൊപ്ര കച്ചവടം, കൃഷി തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇവരുടെ പ്രധാന പങ്കുണ്ടായിരുന്നു. അന്നത്തെ ധനവാന്മാരായ ഈ സഹോദരങ്ങളുടെ വ്യാപാരങ്ങളും അനുദിനം പുരോഗതി പ്രാപിച്ചിരുന്നു. നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും നിത്യമായി ഇവരുടെ വ്യാപാര സ്ഥാപനങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. അങ്ങനെ ഇവർക്കൊപ്പം വളർന്ന കുടുംബ പേരാണ് മങ്കിടിയാൻ എന്നത്. ഈ മങ്കിടിയാന്മാർ വന്നതോടെയാണ് മങ്കിടിയാൻ മുക്കെന്ന പേര് പുത്തൻചിറയിലെ ഈ പ്രദേശത്തിന് വന്നതെന്ന് പിന്മുറക്കാരനായ ജോപ്പി മങ്കിടിയാൻ പറഞ്ഞു. മറിയം ത്രേസ്യയുടെ സഹോദരനായ ഔസേപ്പ് ഈ സ്ഥലത്ത് വരുമ്പോൾ പലചരക്കായാലും വസ്ത്രങ്ങളായാലും കൊപ്രവെട്ടും അടക്കിവെട്ടായാലും എല്ലാ ജനങ്ങൾക്കും സാധനങ്ങൾ വാങ്ങാൻ വരുന്നതിന് വേണ്ടി ഈ കടകളിലാണ് എത്തിയിരുന്നത്. ഈ സ്ഥലത്തിന് പേര് വരാൻ തന്നെ കാരണം മറിയം ത്രേസ്യയുടെ വീട്ടുപേരായ മങ്കിടി ജംഗ്ഷൻ എന്ന് തന്നെയാണ് ജനങ്ങൾ കൊടുത്തൊരു പേരാണത്. അത് ആ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ആ കുടുംബത്തിൽ നിന്ന് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ മങ്കിടിയാൻ മുക്കെന്ന പ്രദേശവും ആഹ്ലാദത്തിലാണ്. TCB മാള. ദേശീയപാത അടക്കമുള്ള റോഡുകളുടെ ശൂച്യാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് നഗരത്തിൽ വാഹന ഗതാഗത സ്തംഭന സമരം നടത്തി. DCC വൈസ് പ്രസിഡന്റ് ജോസ് വെള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CA ഗോപപ്രതാപൻ അധ്യക്ഷത വഹിച്ചു. മണത്തലയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് P യതീന്ദ്രദാസ്, KV ഷാനവാസ്, ബീന രവിശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ട്രാഫിക് ഐലൻഡിന് ചുറ്റും പ്രവർത്തകർ വളയം തീർത്തതോടെ ചാവക്കാട് നഗരത്തിലെ പ്രധാനപ്പെട്ട 5 റോഡുകളിലും ഗതാഗതം തടസ്സപ്പെട്ടു. മഴ മാറിയാൽ റോഡുകളുടെ അറ്റകുറ്റപ്പണി നടത്തുമെന്ന ഉറപ്പ് അധികാരികൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. നേരത്തെ ദേശീയപാതയിൽ വാഹനം ഉപേക്ഷിച്ചുള്ള സമരവും മെല്ലെപ്പോക്ക് സമരവും നടത്തിയിരുന്നു. 3ാം ഘട്ട സമരത്തിന്റെ ഭാഗമായാണ് ഗതാഗത സ്തംഭന സമരം നടത്തിയത്.
പുതുക്കാട് ബസാർ റോഡ് വികസനത്തിന്റെ ഭാഗമായി കാന നിർമ്മാണം ആരംഭിച്ചു. JCB ഉപയോഗിച്ച് പുതുക്കാട് പള്ളിക്ക് സമീപത്തും CI ഓഫീസ് പരിസരത്തും റോഡ് വീതി കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത്. പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി റോഡ് വീതി കൂട്ടുന്ന പണികൾ നേരത്തെ ആരംഭിച്ചിരുന്നു. 50 മീറ്റർ വീതമുള്ള ഭാഗങ്ങളായി തിരിച്ചാണ് കാന നിർമ്മാണം. ഇത് പൂർത്തിയാക്കിയ ശേഷമേ അടുത്ത 50 മീറ്റർ ഭാഗത്ത് പ്രവൃത്തികൾ ആരംഭിക്കുകയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചു. ബസാർ റോഡിലെ വാഹനത്തിരക്കും വ്യാപാരികളുടെ ആവശ്യവും പരിഗണിച്ച് ഭാഗികമായി പ്രവർത്തികൾ നടത്തുന്നത്. ബാലസൗഹൃദ ജില്ലയിലേക്കുള്ള തൃശൂരിന്റെ കുതിപ്പിന് കൂടുതൽ പ്രചോദനമാവുകയാണ് രാജ്യത്തെ മികച്ച ബാലസൗഹൃദ പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ട കോലടി പഞ്ചായത്ത്. ഈ പ്രഥമ ദേശീയ പുരസ്കാരത്തിന് അർഹമാകുന്ന സംസ്ഥാനത്തെ ആദ്യ പഞ്ചായത്തും കോലടിയാണ്. ഐക്യരാഷ്ട്ര സംഘടന വിഭാവനം ചെയ്യുന്ന കുട്ടികളുടെ അവകാശങ്ങളായ അതിജീവനം, സംരക്ഷണം, പങ്കാളിത്തം, വികസനം എന്നിവയിലൂന്നിയ കർമ്മ പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് വഴിയാണ് കോലടി പഞ്ചായത്ത് രാജ്യത്തെ മികച്ച ബാലസൗഹൃദ പഞ്ചായത്ത് എന്ന ബഹുമതിക്ക് അർഹമായത്. കുട്ടികളുടെ ഗ്രാമസഭ, വർക്കിംഗ് ഗ്രൂപ്പിലേക്കുള്ള ഇവരുടെ നാമനിർദ്ദേശം, വികസന സെമിനാറിലെ പങ്കാളിത്തം, ബാലപാർലമെന്റ്, ബാലസഭാ ശാക്തീകരണം, അംഗനവാടികളിൽ ബാലമേള, ട്രാഫിക് ബോധവൽക്കരണം, ലഹരിവിരുദ്ധ ക്ലബ്ബുകൾ, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, പരിസ്ഥിതി സംരക്ഷണം, ഹരിത വിദ്യാലയം എന്നിവയെല്ലാം ബാലസൗഹൃദ പഞ്ചായത്തിലേക്കുള്ള കോലടിയുടെ പ്രധാന ചുവടുകളായിരുന്നു. ഗണിത ലാബും നക്ഷത്രവനവും ജൈവ വൈവിധ്യ പാർക്കും സ്മാർട്ട് ക്ലാസ് റൂമുമെല്ലാം കുട്ടികളിലെ വിദ്യാഭ്യാസ ബോധത്തിന്റെ വൈവിധ്യം ഇരട്ടിപ്പിച്ചു. ഭിന്നശേഷിക്കാർക്കും കുട്ടികൾക്കുമായി നിർബന്ധിത വകയിരുത്തൽ നടത്തിയും സ്പോൺസർഷിപ്പിലൂടെയും സന്നദ്ധ പ്രവർത്തനത്തിലൂടെയുമാണ് പഞ്ചായത്തിന്റെ പദ്ധതി നടത്തിപ്പ് നടന്നത്. പഞ്ചായത്തിൻ്റെ ഫണ്ട് നിർബന്ധിതമായിട്ടും നമുക്ക് ഒരു 5% വയ്ക്കുള്ളൂ. പക്ഷെ നമ്മളിവിടെ 43% വരെ ഫണ്ട് ഈ കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ്. അതൊരു കോടി രൂപയിലും മേലെ രൂപ നമ്മൾ പൈസ ചെലവഴിച്ചിട്ടാണ്. ആദ്യം നമ്മൾ റോഡുകളിലേക്കാണ് ഇറങ്ങിയത്. റോഡുകളുടെ സൈഡിൽ കിടക്കുന്നതായിട്ടുള്ള പ്ലാസ്റ്റിക്കും അതുപോലെയുള്ള മാലിന്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് അതേപോലെ തന്നെ ട്രാഫിക് നിയമങ്ങൾ അവർ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ 12 ലക്ഷം രൂപ അവർക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന് മാറ്റി വെച്ചേക്കാണ്. അത് നമ്മളത് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും നമ്മൾ പഞ്ചായത്തിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉദ്ദേശിക്കുന്ന തന്നെ ഒരു സൗഹാർദ്ദം, മറ്റു കുട്ടികളും പരസ്പരം രക്ഷിതാക്കളും എല്ലാവരും സമൂഹം തമ്മിലുള്ള ഒരു സൗഹാർദ്ദം കൊണ്ടുവരിക എന്നുള്ളതിൻ്റെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം തന്നെ. കുട്ടികൾക്കായി ഒരു സമൂഹം ഒറ്റക്കെട്ടായി നിലകൊണ്ടതിന്റെ ഫലമാണ് രാജ്യം ഏർപ്പെടുത്തിയ പ്രഥമ ബാലസൗഹൃദ പഞ്ചായത്ത് പുരസ്കാരം കോലഴിയിലെത്തിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ആകെ 22 പഞ്ചായത്തുകൾ ഈ പുരസ്കാരത്തിന് അർഹമായപ്പോൾ കേരളത്തിന്റെ അഭിമാനമായ ഏക പഞ്ചായത്ത് കോലഴിയാണ്. ഇതുവഴി സംസ്ഥാനത്തെ മറ്റ് പഞ്ചായത്തുകൾക്ക് ഇതിനോടകം മാതൃകയായ കോലഴിയെ കണ്ടുപഠിക്കാൻ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് വരുന്നത്. അപ്പോഴും മുന്നോട്ട് വെച്ച പല പുതിയ പദ്ധതികളും നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്ത് ഭരണസമിതി. അവർ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾക്കും കൂടി ഈവനിങ്ങിലും കൂടി ഭക്ഷണം കൊടുത്ത് അങ്ങനെയുള്ള ഒരു സൗകര്യം നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്കറിയാം കുട്ടികൾക്ക് സ്വയം പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായിട്ട് മത്സരങ്ങൾ, കരാട്ടെ, ജൂഡോ അങ്ങനെയുള്ള മത്സരങ്ങളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ അവർ നല്ല ഒരു പൗരനായി വളർത്തുന്നതിനുള്ള ഭാഗം തന്നെയാണ് ഇതിൻ്റെ കാര്യം. സംസ്ഥാനത്തെ ആദ്യ ബാലസൗഹൃദ ജില്ലയെന്ന നേട്ടത്തിനായി മുന്നേറുന്ന തൃശ്ശൂരിനും കോലഴിയുടെ ഈ നേട്ടം കൂടുതൽ പ്രചോദനമാകും. TCV തൃശ്ശൂർ. ഇടവേള. ജോസ് ആലുക്കാസ് ആഘോഷിക്കുന്നു 55 വർഷങ്ങൾ. ഇത്രയേറെ ദൂരം ഞങ്ങളെ എത്തിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. ജോസ് ആലുക്കാസിൽ ഇപ്പോൾ പുതിയ കളക്ഷനുകൾ മാത്രമല്ല, എല്ലാവർക്കും സമ്മാനം, എല്ലാ പർച്ചേസിനും സമ്മാനം. ജോസ് ആലുക്കാസിന്റെ 55 വർഷങ്ങൾ, 5 കോടിയോളം രൂപയുടെ സമ്മാനങ്ങൾ. ജോസ് ആലുക്കാസ് ആഘോഷിക്കുന്നു 55 വർഷങ്ങൾ. ഇത്രയേറെ ദൂരം ഞങ്ങളെ എത്തിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. ജോസ് ആലുക്കാസിൽ ഇപ്പോൾ പുതിയ കളക്ഷനുകൾ മാത്രമല്ല, എല്ലാവർക്കും സമ്മാനം, എല്ലാ പർച്ചേസിനും സമ്മാനം. ജോസ് ആലുക്കാസിന്റെ 55 വർഷങ്ങൾ, 5 കോടിയോളം രൂപയുടെ സമ്മാനങ്ങൾ. വാർത്തകളിലേക്ക്. കരിമ്പൂരിൽ ഉഷ മാച്ച് ബസ് സ്റ്റോപ്പിന് സമീപം നിയന്ത്രണം വിട്ട ബൈക്ക് പലചരക്ക് കടയിലേക്ക് ഇടിച്ചു കയറി കടയുടമയടക്കം 5 പേർക്ക് പരിക്കേറ്റു. റോഡ് മുറിച്ചു കടന്നിരുന്ന അരിമ്പൂർ സ്വദേശി ദേവനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം കടയിൽ ചായ കുടിക്കാൻ മുൻവശത്തെ ബെഞ്ചിലിരുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെയും കടയുടമയായ ചുറ്റിലപ്പള്ളി വർഗീസിനെയും ഇടിച്ചിട്ട ശേഷമാണ് ബൈക്ക് നിന്നത്. കടയിലെ മേശയും മുൻവശത്തെ കുപ്പികളും അപകടത്തിൽ തകർന്നു. ബൈക്ക് ഓടിച്ചിരുന്ന തൃശൂർ സ്വദേശി ആഷിഖും കൂടെയുണ്ടായിരുന്ന സുഹൃത്തും അടക്കം 5 പേരെ ഒളരി മദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി.
എയ്യാലിൽ മാലിന്യം തള്ളാനെത്തിയ സംഘത്തെ നാട്ടുകാർ പിടികൂടി. മൂകാംബിക സ്കൂൾ ഗ്രൗണ്ടിന് സമീപമാണ് ഹോട്ടൽ മാലിന്യം തള്ളിയത്. ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി. മാലിന്യം തള്ളിയ സംഘത്തെ കൊണ്ട് തന്നെ നീക്കം ചെയ്യിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് പിഴ ചുമത്തി വിട്ടയച്ചു. ദീവാഞ്ചിമൂല റെയിൽവേ മേൽപ്പാലം അപ്രോച്ച് റോഡിലെ നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് കക്കായി മനുഷ്യാവകാശ സംഘടനയുടെ നേതൃത്വത്തിൽ ധർമ്മ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. അപ്രോച്ച് റോഡിന് സമീപം ആരംഭിച്ച ധർമ്മ സത്യാഗ്രഹം വിളയോട് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കക്കായി ചീഫ് കോർഡിനേറ്റർ ശ്രീധരൻ തറമ്പിൽ, ജോണി വർഗീസ്, ജിഷ നവാസ്, AG മുകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണം നിർത്തിവെച്ച് വിദഗ്ധ പരിശോധന നടത്തിയില്ലെങ്കിൽ പാലാരിവട്ടം ആവർത്തിക്കുമെന്ന് ആശങ്കയുണ്ടെന്നും നിലവിലെ കരാറുകാരനെ ഒഴിവാക്കി കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. മദ്യലഹരിയിൽ വീട്ടിൽ വഴക്കുണ്ടാക്കിയ യുവാവിന് ഭാര്യയുടെ വെട്ടേറ്റു. കുന്നുകുളം ചെറുവത്താനി ആക്കലക്കുന്ന് പാറമേൽപ്പറമ്പിൽ സജീഷിനാണ് വെട്ടേറ്റത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഇയാളെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വഴക്കിനിടയിൽ ഭാര്യയുടെ വെട്ടേറ്റ ഇയാളുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരും പോലീസുമാണ് സജീഷിനെ ആശുപത്രിയിലെത്തിച്ചത്. കേന്ദ്രീകൃതമായ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്ത ജെറോം അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് സർവകലാശാല യൂണിയൻ സംഘടിപ്പിക്കുന്ന സ്റ്റുഡൻസ് കാർണിവൽ മിഴിവ് കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചിന്ത ജെറോം. പുല്ലൂറ്റ് ഗവൺമെന്റ് KKTM കോളേജിൽ നടന്ന ചടങ്ങിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ഷാബിർ അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ പ്രിയനന്ദനൻ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ ചെയർമാൻ KR ജയത്രൻ, പ്രിൻസിപ്പൽ ഡോക്ടർ അനിത, PTA വൈസ് പ്രസിഡന്റ് TA നൌഷാദ് എന്നിവർ സംസാരിച്ചു. ജലനിധി കുടിവെള്ള പദ്ധതിയുടെ സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് മുഴുവൻ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും സംയുക്ത യോഗം ജില്ലാതലത്തിൽ വിളിച്ചു ചേർക്കുമെന്ന് കളക്ടർ S. ഷാനവാസ് വ്യക്തമാക്കി. എളവള്ളി ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ജലനിധി കോൺക്ലേവിൽ പങ്കെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ജില്ലാ കളക്ടർ. മുരളി പെരുന്നെല്ലി MLA ജലനിധി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UK ലതിക യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. തുടർന്ന് കേരളം കണ്ട പ്രളയം, ജലസംരക്ഷണം, പരിസര ശുചിത്വം എന്ന വിഷയങ്ങളിൽ ചർച്ചകളും നടന്നു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, കർഷകർ, മാധ്യമപ്രവർത്തകർ, സംഘടനാ പ്രതിനിധികൾ എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്ത് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയുടെ ഭാഗമായുള്ള ഗെയിംസ് വിഭാഗത്തിലെ മത്സരങ്ങൾ ജില്ലയിലെ വിവിധ ഇടങ്ങളിലായി തുടരുന്നു. ഔപചാരിക ഉദ്ഘാടനം തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ KU അരുണൻ MLA നിർവഹിച്ചു. മേളയുടെ രണ്ടാം ദിനത്തിൽ ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ, കബഡി, ഹാൻഡ്ബോൾ, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ഷട്ടിൽ, ടേബിൾ ടെന്നീസ്, ഖോ-ഖോ എന്നീ ഇനങ്ങളാണ് നടക്കുന്നത്. തൃശൂർ, തൃപ്രയാർ, മുണ്ടൂർ എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലായി 12 ഇനങ്ങളിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. മത്സരങ്ങൾ വെള്ളിയാഴ്ച സമാപിക്കും. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ ശാസ്ത്രോത്സവം തിരൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടരുന്നു. ഉപജില്ലാ പരിധിയിലെ 105 വിദ്യാലയങ്ങളിൽ നിന്നുള്ള LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 3000-ൽ പരം വിദ്യാർത്ഥികളാണ് ശാസ്ത്രോത്സവത്തിൽ മികവറിയിക്കുന്നത്. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന ശാസ്ത്രമേളയിൽ ശാസ്ത്രം, ഗണിതം, സാമൂഹ്യശാസ്ത്രം, പ്രവൃത്തി പരിചയം, IT എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹരിതചട്ടത്തിന് പുറമെ കുട്ടികൾക്ക് ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി പ്രത്യേക ഹെൽത്ത് റൂമും മേളയിലെ മത്സരഫലങ്ങൾ QR കോഡ് സ്കാൻ ചെയ്തും ലഭിക്കുന്ന ആധുനിക സാങ്കേതിക രീതിയിലും സജ്ജമാക്കിയാണ് ഇത്തവണ ഉപജില്ലാ ശാസ്ത്രമേള നടക്കുന്നതെന്ന് പ്രത്യേകതയുണ്ട്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രമേള വെള്ളിയാഴ്ച സമാപിക്കും. അയനം സാംസ്കാരിക വേദിയുടെയും സെന്റ് തോമസ് കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെയും ആഭിമുഖ്യത്തിൽ CV ശ്രീരാമൻ സ്മൃതി സംഘടിപ്പിച്ചു. സഞ്ചാരത്തെ ആഘോഷിക്കാത്ത സഞ്ചാരിയായിരുന്നു CV ശ്രീരാമനെന്ന് പ്രശസ്ത കഥാകാരൻ VR സുധീഷ് അനുസ്മരിച്ചു. ചിന്തിക്കുന്നവർ വേട്ടയാടപ്പെടുന്ന ഇക്കാലത്ത് CV ശ്രീരാമനെ പോലുള്ളവർ കൂടുതൽ വായിക്കപ്പെടണമെന്നും VR സുധീഷ് പറഞ്ഞു. അയനം സാംസ്കാരിക വേദി ചെയർമാൻ വിജേഷ് എടക്കുന്നി അധ്യക്ഷത വഹിച്ചു. സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, ഡോക്ടർ ശ്യാം സുധാകർ, N രാജൻ, ഡോക്ടർ KPN അമൃത, ഡോക്ടർ ജിഷ പയസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. പാഠപുസ്തകങ്ങളിൽ എഴുത്തുകാർക്ക് നേരിട്ട് കത്തെഴുതി വേറിട്ട അനുഭവപാഠം തീർത്തതിന്റെ ആഹ്ലാദത്തിലാണ് കൊടകരയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. ദേശീയ തപാൽ ദിനത്തിന്റെ ഭാഗമായി കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാല സംഘടിപ്പിച്ച പ്രിയപ്പെട്ട എഴുത്തുകാർക്കൊരു കത്ത് എന്ന പരിപാടിയിലാണ് ഗവൺമെന്റ് നാഷണൽ ബോയ്സ്, ഗവൺമെന്റ് ഗേൾസ്, ഡോൺ ബോസ്കോ എന്നീ ഹൈസ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളുടെ രചയിതാക്കൾക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതിയത്. ഗ്രന്ഥശാല അധികൃതർ മുൻകൂട്ടി കൊടുത്ത ഇൻലൻഡിൽ എഴുതി
കൊടകര തപാൽ ഓഫീസിൽ ചെന്ന് കുട്ടികൾ കത്തുകൾ പോസ്റ്റ് ചെയ്തു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരായ MT വാസുദേവൻ നായർ, പെരുമ്പടവം ശ്രീധരൻ, UK കുമാരൻ, സുസ്മേഷ് ചന്ദ്രോത്ത്, സുഭാഷ് ചന്ദ്രൻ, റഫീഖ് അഹമ്മദ്, വിജയലക്ഷ്മി, നാരായൺ, AS പ്രിയ, അംബികാസുധൻ മങ്ങാട്, വീരാൻകുട്ടി, E സന്തോഷ് കുമാർ, P സുരേന്ദ്രൻ എന്നിവർക്കാണ് വിദ്യാർത്ഥികൾ കത്തെഴുതിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ EL പാപ്പച്ചൻ അധ്യക്ഷനായിരുന്നു. ചാലക്കുടി പോസ്റ്റൽ സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ രാകേഷ് രവി മുഖ്യാതിഥിയായി. പോസ്റ്റ് മാസ്റ്റർ P ഗീത, ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം MK ബാബു, ലൈബ്രറിയൻ ജയൻ അവണൂർ, മഞ്ജു വിശ്വനാഥ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ തപാലാപ്പീസിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കി. പോസ്റ്റ് മാസ്റ്റർമാരായ MG സുരേഷ്, MR സുകുമാരൻ, പോസ്റ്റ് വുമൺ KS സുഭജ എന്നിവർ വിശദീകരിച്ചു. TCV കൊടകര. ബസ് ചാർജ് ആവശ്യപ്പെട്ടതിന് ബസ് കണ്ടക്ടറെ യുവാവ് വെട്ടുകത്തി വീശി ഭീഷണിപ്പെടുത്തി. തൃശൂർ പാറമേക്കാവ് ജംഗ്ഷനിൽ വെച്ചായിരുന്നു സംഭവം. തൃശൂർ വില്ലടം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറെയാണ് യാത്രാ നിരക്ക് ചോദിച്ചതിന് മാറ്റാമ്പുറം സ്വദേശി വിഷ്ണുപ്രസാദ് ആക്രമിച്ചത്. പിന്നീട് മറ്റ് ബസ് ജീവനക്കാരെത്തിയാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ഉൽപാദന മേഖലകളിൽ പൊതുനിക്ഷേപം വർദ്ധിപ്പിക്കുക, മിനിമം കൂലി 18,000 രൂപയാക്കുക, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം മിനിമം 200 ദിവസം തൊഴിൽ ഉറപ്പുവരുത്തുക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി MG നാരായണൻ, NCP ജില്ലാ പ്രസിഡന്റ് TG ഉണ്ണികൃഷ്ണൻ, ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺ വാഴപ്പുള്ളി, കോൺഗ്രസ് S ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് OU ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കേരളവർമ്മ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന D-സോൺ ഫുട്ബോൾ ഫൈനലിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിന് വിജയം. ഏകപക്ഷീയമായ ഒരു ഗോളിന് പഴഞ്ഞി MD കോളേജിനെ പരാജയപ്പെടുത്തിയാണ് സെന്റ് തോമസ് കോളേജ് ചാമ്പ്യന്മാരായത്. ഈ മാസം 21 മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഇന്റർസോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് സെന്റ് തോമസ് കോളേജിനും പഴഞ്ഞി MD കോളേജിനും പുറമെ തൃശൂർ കേരളവർമ്മ കോളേജും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും യോഗ്യത നേടി. വാണിജ്യം. തൃശൂരിലെ ആദ്യത്തെ ബ്രൈഡൽ ഫാഷൻ ജ്വല്ലറിയായ ശ്രീനിവാസ ഫാഷൻ ജ്വല്ലറി തൃശൂർ സിറ്റി സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ഹൈദരാബാദിൽ പ്രവർത്തനം ആരംഭിച്ച് 20 വർഷമായി ആഭരണ നിർമ്മാണ വിപണന രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യമായ ശ്രീനിവാസ ഗ്രൂപ്പിന്റെ ബ്രൈഡൽ ഫാഷൻ ജ്വല്ലറിയാണ് തൃശൂർ സിറ്റി സെന്ററിലെ 1-ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഹരിശ്രീ വിദ്യാനിധി സ്കൂൾ പ്രിൻസിപ്പൽ ജയ നാഗരാജനും പാറമേക്കാവ് വിദ്യാമന്ദിർ പ്രിൻസിപ്പൽ രമ രഘുനാഥനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രൈഡൽ സെക്ഷന്റെ ഉദ്ഘാടനം തൃശൂർ സിറ്റി സെന്റർ മാനേജിംഗ് പാർട്ണർ CA സലീമും ഹൈദരാബാദ് പേൾസിന്റെ ഉദ്ഘാടനം സിറ്റി സൂപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ നൂർ സമാനും കോസ്മെറ്റിക് സെക്ഷന്റെ ഉദ്ഘാടനം മലബാർ ഗോൾഡ് ഡയറക്ടർ KP അനിൽകുമാറും നിർവഹിച്ചു. ശ്രീനിവാസ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ K രമേഷ് ബാബു, പേസസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ റോജി ജോയ് തുടങ്ങി ബന്ധുക്കളും സുഹൃത്തുക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഉപഭോക്താക്കളുടെ മനസ്സിനിണങ്ങുന്ന രീതിയിൽ പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ സമന്വയിക്കുന്ന യഥാർത്ഥ സ്വർണ്ണാഭരണങ്ങളോട് കിടപിടിക്കുന്ന മിതമായ വിലയിലുള്ള ബ്രൈഡൽ ജ്വല്ലറി എന്നതാണ് ശ്രീനിവാസിയുടെ പ്രത്യേകത. കൂടുതൽ വിവരങ്ങൾക്ക് 8921411713. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടി തൃശൂർ KSRTC സ്റ്റാൻഡ്. മാസ്റ്റർ പ്ലാൻ രൂപീകരിച്ച് ബസ് സ്റ്റാൻഡ് വികസിപ്പിക്കണമെന്ന ആവശ്യം കടലാസിൽ തന്നെ. ജില്ലയിലെ മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണി മയക്കുഗുളികകളുമായി ഇരിങ്ങാലക്കുടയിൽ പോലീസ് പിടിയിൽ. പുത്തഞ്ചിറ സ്വദേശി റിസ്വാനാണ് പിടിയിലായത്. തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറി. കോൺഗ്രസിന്റേത് കബളിപ്പിക്കൽ നാടകമെന്ന് BJP. വരാക്കര കീനൂർ കാവലൂർ പാടശേഖരത്തിൽ കാട്ടുപന്നികളിറങ്ങി വ്യാപകമായി നെൽകൃഷി നശിപ്പിച്ചു. ഇൻഷുറൻസ് പരിരക്ഷ നൽകാനാകില്ലെന്ന് അധികൃതർ. കർഷകർ ദുരിതത്തിൽ. പാവർട്ടിയിൽ എക്സൈസ് കസ്റ്റഡിയിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ 2 പേർ ഒളിവിൽ തന്നെ. ഒളിവിലുള്ള പ്രിവന്റീവ് ഓഫീസറാണ് മുഖ്യപ്രതിയെന്ന് സൂചന. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ആഘോഷങ്ങൾക്ക് ഭാഷയില്ല, അതിരുകളില്ല. കല്യാൺ സിൽക്സ്. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4 ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്.